എത്തിയ സാറ് കൊറേ കഴിഞ്ഞേ എത്തുള്ളൂ പറഞ്ഞിട്ട്. അത് പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങിയമ്മ. പിന്നെ ട്യൂഷൻ സെന്ററിലും കയറാൻ നിന്നില്ല, വൈകിട്ട് കയറാന്ന് വിചാരിച്ചു. കുറച്ചൊരു പഠിക്കണം. മൊത്തത്തിൽ ഭയങ്കര തിരക്കാണല്ലേ? സത്യമ്മ, പക്ഷെ എല്ലാ തിരക്കൂടെ ഞാൻ ഒരേ രീതി സ്മൂത്താ കൊണ്ടുപോകും. എല്ലാം കൂടി തലയിലെടുത്ത് വെച്ച അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്ര ദോച്ചനെ പോലെ. അങ്ങനൊന്നുമില്ല. സേവാകേന്ദ്രത്തിൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം. പിന്നെ ഷൈനി ചേച്ചി, ഉഷ ചേച്ചി നിന്നെ പ്രത്യേകം തിരക്കി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ, അവളൊരു ഒറ്റ ദിവസമല്ലേ സേവാകേന്ദ്രത്തിൽ വന്നുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും കയ്യിലെടുത്ത് ചാക്കി കയറ്റിന്ന്. ഓ, എന്തൊക്കെ സ്നേഹമായിരുന്നു, ഭയങ്കര ബഹുമാനമൊക്കെ എല്ലാവരോട്. അവരെല്ലാവരും ഭയങ്കര ഇഷ്ടമൊക്കെ പെട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോവാൻ നേരത്തെ ഇവിടെ ഒരു പറച്ചിലും കൂടെ പറഞ്ഞു, എല്ലാവരും കറക്റ്റ് ഒരു ദിവസം വീട്ടിലോട്ട് ഒരുമിച്ച് വരണം കേട്ടോ. ആന്ന് സത്യം പറഞ്ഞല്ലേ, അച്ഛൻ പറയണ പോലെ അവരൊക്കെ അവളുടെ സംസാരം കേട്ട് മൂക്കത്ത് വെള്ളം വെച്ചു. ഒക്കെ ശരി തന്നെ. കുറച്ചേരം കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞെങ്കിൽ അവരുടെ തല്ലും ഉണ്ടാനെ. അയ്യോ, മുടിയഞ്ചന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്തു. അമ്മ ഇപ്പൊ വരാവേ. എന്താടാ ഇപ്പൊ വരാമ്മ. ഓ, അതായിരിക്കും അല്ലേ. അയ്യടി കള്ളി, കുറുമ്പ് കൂടണ്ടട്ടാ. പിന്നെ എന്റെ കുഞ്ഞു പാവല്ലേ, തക്കര മുത്താണ് കേട്ടോ. പോയിന്ന് പഠിച്ചോ. ഓ, ഫ്രീ ആണെങ്കി എന്ത് വേണം? ഇച്ചിരി ന്യൂഡിൽസ് കഴിക്കുക. ഇത്രേ ഇങ്ങനെ വളഞ്ഞു ചുറ്റണോ? ന്യൂഡിൽസ് ഉണ്ടാക്കി താമ്മ എന്ന് പറഞ്ഞ പോരായിരുന്നോ? ഇല്ല മുടിയഞ്ചേട്ടാ, ഞാൻ അവിടെ മൊത്തം തപ്പിയെന്ന്. ഓ, അവിടെ ഒന്നും കാണാനില്ല. ഇല്ലാത്ത സാധനം ഞാൻ എങ്ങനെ? അവിടെ കുറച്ച് ഇൻവോയ്സിൻ്റെ പേപ്പർ മാത്രം ഇടുന്നുണ്ട് ആ ഫയലിൻ്റെ അടിയിൽ. ഓ, ഇനിയൊന്നും തപ്പാൻ പറ്റൂല, ഞാൻ നോക്കി ആവുന്നു അത്രേ. ശരി ശരി. എന്താടാ അമ്മ, സത്യം പറഞ്ഞാൽ എനിക്ക് മുടിയഞ്ചൻ്റെ വായിന്ന് നന്നായിട്ട് കേൾക്കേണ്ട കേസായിരുന്നു. എന്താ കാര്യം എന്ന് പറ. ഞാനവിടെ സേവാകേന്ദ്രത്തിൽ ഇരുന്നപ്പോൾ ചേട്ടൻ 2 തവണ എന്നെ വിളിച്ചായിരുന്നു ഫോണിൽ. അപ്പോൾ ഞാനവിടെ അല്ല നമ്മുടെ ഷൈനി ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ സംഭവം അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓ, അപ്പോൾ ആ സമയത്ത് മുടിയഞ്ചേട്ടൻ ഫസ്റ്റ് വിളിച്ചപ്പോൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞ്, ചേട്ടാ ഇവിടെ ഞാൻ ഭയങ്കര ധൃതിയിലാണ്, പിന്നെ വിളിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ചേട്ടൻ പിന്നെയും വിളിച്ച്. അപ്പോൾ ഞാൻ എടുത്ത് ഒന്നുകൂടെ പറയാൻ പോയതാണ് ധൃതിയിലാണെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ചേട്ടൻ്റെ ഓഫീസിലുള്ള എന്തോ സാധനം ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ചേട്ടൻ എന്തോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഏതോ ഫയലിൻ്റെ അടി ഇരിപ്പുണ്ടെന്ന്. ഞാനിപ്പോൾ അതൊന്ന് നോക്കി, അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെങ്കിൽ സാധനം ഇവിടെ കാണണമല്ലോ. ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അയ്യോ, അപ്പൊ എന്ത് ചെയ്യാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റൂല. എന്ത് മറവിയാണ് നോക്കണേ. ഒരു ശ്രദ്ധയില്ല ഈ വീട്ടിൽ ഒറ്റെണ്ണത്തിന്. എല്ലാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ലോകം കീഴ്പ്പയം വെക്കണ പോലെയാണ് ഓരോന്നിന്റെ പ്രവൃത്തി കണ്ട. പക്ഷെ ഒന്നുമില്ല. അതിന് ശ്രദ്ധയോടെ ജീവിക്കടാ. എന്ത് മുട്ടായി മേടിക്കാനുള്ള വല്ല കാര്യമാണ് പറയാൻ വരുന്നതെങ്കിൽ സത്യമായിട്ട് നീ എൻ്റെ ഇത് മേടിക്കും കേട്ടല്ലേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേട്ടൻ വന്നാ? ചേട്ടൻ വന്നാ? നിന്റെ അടുത്ത് ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പറഞ്ഞ മര്യാദക്ക് ചെയ്യില്ലടാ. ഇത് തപ്പാനാണ് ഞാൻ വിട്ടത്. ഇത് കണ്ടില്ലല്ലേ നീ? അമ്മ, ഇവനെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ട് ഈ സാധനം തപ്പാൻ വേണ്ടിട്ട് എന്തുവാടാ നിന്നെ കൊണ്ട് എന്തുവാടാ ഗുണം? ഇത് ഞാൻ കണ്ടില്ലെന്ന്. എടാ, നിനക്കിത് എങ്ങനെ കിട്ടാനാടാ? എടാ, ചെന്ന ഉടനെ നീ ടേബിളൊക്കെ അങ്ങനെ വലിച്ചു വാരിട്ടപ്പോ ഈ നിലത്ത് വീണു. അതാണ് നിനക്ക് കിട്ടാണ്ടിരുന്നത്. ആര് വലിച്ചു വാരിട്ട് നോക്കിന്ന്? ഞാൻ നല്ല ഡീസന്റ് ആയിട്ട് നോക്കിയത്. ചിലപ്പോ ചേട്ടൻ ബുക്കി വെച്ചപ്പോ അവിടുന്ന് താഴ്പോയതായിരിക്കും. ന്യായീകരണം പറയണടാ. ഞാൻ ആദ്യം ഫയലിലോട്ട് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ബുക്കിലോട്ട് വെച്ചു. അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഫയലിൽ വെച്ചാ ബുക്കിൽ വെച്ചാ അത് ടേബിളിൽ എവിടെയും വെച്ചാൽ അത് മൊത്തത്തിൽ നോക്കാൻ പറഞ്ഞപ്പോൾ അരിക്കി പെറുക്കി മൊത്തം കുളമാക്കി താഴത്ത് വീണിട്ട് കണ്ടില്ലെന്ന്. എടാ, നിന്നെ കൊണ്ട് എന്താ ഗുണം? ഇവനൊക്കെ മൊബൈൽ മേടിച്ചു കൊടുത്താൽ എന്നെ വേണം പറയാൻ. നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാടാ? എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ മൊബൈൽ ഒന്ന് മേടിച്ചു പോയി. എന്റെ പോനോ നിർത്ത്. എത്ര നേരം എടാ, നീ അവിടെ നിന്ന് ഓഫീസിൽ നിന്നാണോ പറഞ്ഞ? ഇപ്പൊ മാനേജറിന്റെ അടുത്ത് കൊണ്ട് ഇത് കാണിക്കണം, സോൾവ് ചെയ്യാനുണ്ട്. ആണോ? എന്നാ പൊന്നു മോനെ അതൊക്കെ സൂക്ഷിച്ചു പറഞ്ഞായിരുന്നു. ശ്രദ്ധ വേണം ഓരോന്നും വെച്ചിട്ടുണ്ടെങ്കിൽ. അമ്മ, ഞാൻ എടുത്തെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയപ്പോ അതെങ്ങനെ ഇവരെ കൊണ്ട് വല്ല ഗുണം വേണ്ടേ? എന്തായാലും പേപ്പർ കിട്ടിയല്ല, ഇനി അതും കൊണ്ട് പോവാൻ നോക്ക്. ചെല്ലി, ഞാനേ പോയിട്ട് വരാം.
ഒരു 1.5 മണിക്കൂറിനുള്ള ഓഫീസ് കഴിയും കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാവണേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം റെഡി ആയിട്ട് വേണേ വരാൻ. തർക്കുത്തരം കണ്ട ഒരാൾ ഇത്രേ ഉള്ളൂ. എന്നിട്ട് അവന്റെ തർക്കുത്തരം നോക്കിയാ വല്ലും തമാശയാണോടാ. ഞാൻ പോയിച്ചു വരാടാ. സേവാ കേന്ദ്രക്കാരാ നീ ഇവിടെ ഉണ്ടാവണേ. ചേട്ടാ പ്രശ്നമാണ് എങ്ങാണ്ടെങ്കിലും മുങ്ങിക്കോ. ആടി ഞാൻ രാജീവ് വിടാം. ഈ ഷോ ഒക്കെ നമ്മൾ കുറെ കണ്ടതാ കേട്ടാ. ഓലപ്പാമ്പിനെ കാണിച്ച് കേശുവിനെ പേടിപ്പിക്കാന്ന് വിചാരിക്കട്ടെ. തുടങ്ങിയാലും അവൻ പഴയ ഡയലോഗൊക്കെ. അച്ഛന്റെ ഡയലോഗ്. കച്ചന്റെ ഡയലോഗ് കൊച്ചെ വിടായിരുന്നു വെച്ചേ. ഈ മനുഷ്യനെ നിങ്ങളെ കൊണ്ട് തമ്മിലടിപ്പിക്കണേ പോക്കിയാലും. ആര് അച്ഛനാ തമ്മിലടിപ്പിക്കണതാ? അമ്മ ഒന്ന് പോകാൻ പറ്റുമ്പോ മിണ്ടായി. എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടൂല, അത്ര തന്നെ. നീ എവിടെ ദാദേടാ നീ. അവൻ പാവം, അയാള് കൊള്ളാം. പാവാ? ആര് പാവന്ന്? ചേട്ടനാ? അമ്മയ്ക്ക് അങ്ങനെ തോന്നും. കാരണമേ ചേട്ടൻ അമ്മ അങ്ങനെ സോപ്പിട്ടാണ് നിൽക്കണത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. അമ്മ അമ്മയുടെ മൂത്ത മോനെടുത്ത് പറഞ്ഞു വെച്ചേക്ക്. എൻ്റെ സ്വഭാവം അറിയാല്ല. പണ്ട് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒരു തട്ട് കിട്ടിയതേ ഉള്ളൂ. മൂക്കിൽ നിന്ന് ചോര ഏൽപ്പിച്ചൊന്ന് കരഞ്ഞോണ്ട് നിന്ന്. ലാസ്റ്റ് ഞാനും അച്ഛനും കൂടാണ് പൊക്കെടുത്ത് ഹോസ്പിറ്റലിൽ പോയത്. അത് മറക്കണ്ട. ഇന്ന് നീ സിനിമ ഡയലോഗ് ഇറക്കണ പോലെ ഇറക്കിക്കൊണ്ടിരിക്കണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടെണ്ണം കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചേണ്ടല്ല. പിന്നെ ജീവിതം അവസാനം വരെ പുറത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഞാൻ കേട്ടില്ല. കൊറേ ഞാൻ മനുഷ്യൻ സഹിക്കണേ. ഒരടിന്ന് ഉറപ്പായിട്ടുണ്ട്. ചെറിയ വയല് വലിയ നാക്കിച്ചിട്ട് കൂടുതലാ. ഇറങ്ങി പോയാ ചെല്ല്. പോ, ഇന്ന് പഠിക്കാൻ നോക്ക്.